ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയപ്പോൾ ഓരോ പ്രഭാതത്തിലും അന്നത്തേക്ക് വേണ്ട മന്ന അവർക്ക് നൽകി അവരെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിലും ദൈവിക മന്നയെ ഭക്ഷിച്ചുകൊണ്ട് വീണുപോകാതെ, പരാജയപ്പെട്ടു പോകാതെ, പ്രതിസന്ധികളുടെ നടുവിൽ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഈ വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ നിന്ന് ഇന്നത്തേക്കു വേണ്ട മന്ന ദൈവം നമുക്ക് നൽകി തരട്ടെ. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. 3 ദിവസം യേശുവിനെ വിട്ടുപിരിയാതെ, യേശുവിൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ, യേശുവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന ഒരു വലിയ കൂട്ടം പേർ. നമുക്കറിയാം, 1-ാം ദിവസം മടങ്ങിപ്പോയ കുറച്ചു പേര് കാണും, 2-ാം ദിവസം പോയ കുറെ പേര് കാണും, 3-ാമത്തെ ദിവസം ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമായപ്പോൾ അവരുടേതായ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോയ ധാരാളം പേരുണ്ടാകാം. എന്നാൽ യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, യേശു തന്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കാത്തത് കൊണ്ട്, ഒരു വലിയ പുരുഷാരം മറ്റെല്ലാം മറന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നു. അവിടെ നിർത്തി ഞാനൊരു ആലോചന പറയാം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ വന്നിട്ട് എല്ലാ നിലയിലും എതിർപ്പുകൾ അനുഭവിച്ചുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ യേശുവിൻ്റെ പാദപീഠത്തോട് ചേർന്നിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ, രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടും സകലവിധമായ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടും യേശുവിൻ്റെ സാന്നിധ്യം വിട്ട്, യേശുവിനോടുകൂടെയുള്ള ജീവിതം വിട്ടിട്ട് മാറിപ്പോകാത്തവർക്ക് വേണ്ടിയാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1-ാം ദിവസവും 2-ാം ദിവസവും ഒരുപക്ഷെ 3-ാം ദിവസത്തിന്റെ ആരംഭത്തിലുമൊക്കെ തങ്ങളുടേതായ ആവശ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയവർ ഉണ്ടാകാം. എന്നാൽ ആരെല്ലാം മടങ്ങിപ്പോയിട്ടും, ആരെല്ലാം തിരിച്ചു പോയിട്ടും അതൊന്നും കാര്യമാക്കാതെ യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്ന വലിയൊരു പുരുഷാരം. പ്രിയരെ, ഈ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മറുപടിയിൽ നിന്നറിയാം, ആഹാരം കൊള്ളേണ്ടതിന് അത്ര എളുപ്പമുള്ള സ്ഥലത്തല്ല അവർ വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമല്ല. അവർ കാടിന് തുല്യമായ ഒരു പ്രദേശത്താണ് അപ്പോഴുള്ളത്. എന്നാൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ അവരെ മറന്നു കളയുവാൻ കർത്താവിന് മനസ്സില്ല. ഇന്ന് പകൽ തിരുവചനത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം, എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ ജീവിതയാത്ര തുടർന്നാലും അതിന്റെ നടുവിൽ തൻ്റെ ജനത്തിന് വേണ്ടി
കരുതുവാൻ ഇഷ്ടമുള്ള മഹാദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ വാക്യമതാ എഴുതിയിരിക്കുന്നത്. 3 ദിവസം യേശുവിനോട് ചേർന്ന് നിന്നൊരു കൂട്ടം അവരെ നോക്കിയിട്ട് അരുമനാഥനായ കർത്താവ് പറയുകയാ, 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. കഴിഞ്ഞ പല വർഷങ്ങൾ കൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ സേവിച്ചും സത്യാരാധനകളിൽ പങ്കെടുത്തും യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവമൈതലെ, തിരിച്ചറിയാതെ പോകരുത്. നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ നന്നായി മനസ്സിലാക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. വാക്യം വായിക്കുന്നു, ആമേൻ. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ആമേൻ, യേശുവിനോട് ചേർന്ന് നിന്നവരെ അറിയുന്ന കർത്താവ്. രണ്ടാമത്തെ കാര്യം പറയുകയാ, ഇവരുടെ മുൻപിലുള്ള ആവശ്യങ്ങളെ ഓർത്ത് എനിക്ക് ഇവരോട് മനസ്സലിവ് തോന്നുന്നു. പ്രിയരെ, നാളുകൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സുവിശേഷീകരണത്തിനകത്ത് പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന നമ്മെ കുറിച്ച് യേശുവിന് മനസ്സലിവുണ്ട് എന്ന് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു. ദൈവിക മനസ്സലിവ് എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം, പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുമ്പോൾ എത്രയെത്രയോ സന്ദർഭങ്ങളിലാണ് യേശുവിന് മനസ്സലിവ് തോന്നിയത്. അതിന്റെ ഫലം അവിടെയെല്ലാം വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നോക്കാതെ യേശുവിനോട് ചേർന്ന് നിന്ന ഒരു കൂട്ടം, യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കകത്ത് മനസ്സലിവ് വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ. ആമേൻ. ബൈബിൾ പറയുകയാ, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. സർവശക്തനായ ദൈവം, എന്തും ചെയ്യുവാൻ കഴിവുള്ളവൻ, പ്രതിസന്ധികളുടെ നടുവിൽ തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ പറയുകയാ, 3 നാളായി എന്നോടുകൂടെ പാർക്കുന്ന ഈ ജനത്തെ മുൻപോട്ടുള്ള യാത്രയിൽ പട്ടിണിയായി വിട്ടയക്കുവാൻ എനിക്ക് മനസ്സില്ല. ഈ രാവിലെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്തുകൊണ്ടാ യേശു പറഞ്ഞത് ഇവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല എന്ന്? ഇവർ വഴിയിൽ വച്ച് തളർന്നു പോയേക്കും. നമ്മുടെ ഇന്ന് നമ്മൾ അറിയുമ്പോൾ നാളകളെ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയും വലിയ പ്രവൃത്തികൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ശിഷ്യന്മാർ പറഞ്ഞു, അസാധ്യമാണെന്ന്. ലോകം പറയും നടക്കത്തില്ലെന്ന്. കാര്യങ്ങൾ അറിയുന്നവരും പ്രാപ്തിയുള്ളവരും പറയും, ആമേൻ, സാധ്യതയില്ല എന്ന്. എന്നാൽ അറിയുന്ന കർത്താവ്, മനസ്സലിയുന്നവൻ, തന്നോടുകൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ദൈവം, നാളെയെക്കുറിച്ച് ചിന്തയുള്ള യേശു അവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തു എങ്കിൽ ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ പല നാളുകൾ കൊണ്ട് ഒരു വിടുതലിന് വേണ്ടി, ദൈവപ്രവൃത്തിക്കു വേണ്ടി യേശുവിനോടുകൂടെ ചേർന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, ഏത് കാട്ടിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും തന്റെ ജനത്തിന് വേണ്ടി കരുതുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ ദൈവ പ്രവൃത്തി അനുഭവിക്കുവാൻ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? നിശ്ചയമായും ഈ ദിവസത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
ഈ ദിവസം ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി, വിടുവിക്കുന്നത് കൊണ്ട് നന്ദി, സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.